ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അലിമോൻ്റെ സ്ട്രോളർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാൾ അവൻ ന്യൂ ബോൺ ബേബീസിനെ കിടത്തുന്ന പോലെ കിടത്തിയിട്ടുള്ള സ്ട്രോളറായിരുന്നു. ഇപ്പം നമ്മൾ ഇരുത്തി തുടങ്ങി കേട്ടോ. ഇപ്പോൾ അവൻ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയില്ല. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ DLR. അപ്പോൾ ഈ DLR എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. വേറെ അങ്ങോട്ടല്ല, സെൻട്രൽ ലണ്ടൻ വരെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഉള്ളൂ. അലിമോനാണെങ്കിലും ട്രാവലിംഗ് ഒക്കെ അൽഹംദുലില്ലാ ഇതുവരെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ ലണ്ടൻ വരെ പോവാണ് കേട്ടോ. അപ്പം അജുവിനും മുന്നാക്കും അത്ര താല്പര്യത്തോടെ അല്ല വരുന്നത്. കാരണം അവരെല്ലാ ദിവസവും ഷിഫ്റ്റിനും ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആ ഏരിയ വഴിയൊക്കെ തന്നെയാണ്. അപ്പോൾ അവർക്ക് അവിടെ പോയി അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. പിന്നെ കുറച്ച് ക്രൗഡഡും തിരക്കൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. അവർക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ അങ്ങനെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്നുള്ള കറക്കമാണ് കൂടുതൽ. അങ്ങനെ ഇപ്പം 2-2.5 മാസം മുകളിലായി നമ്മൾ സെൻട്രൽ ലണ്ടനിലോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ. ഈ അണ്ടർഗ്രൗണ്ട് പോകുമ്പോൾ മാത്രം ചെവിയൊക്കെ ഒന്ന് അടയും, ഭയങ്കര സൗണ്ടാണ്. അപ്പം അലിമോന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുവരെ അവൻ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ലണ്ടനെയും ബിഗ് ബെന്നും ഒക്കെ കാണാൻ ഒരു സ്പോട്ടിൽ നിന്നിട്ട് രണ്ടും കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ലണ്ടനെ, ഇതിൻ്റെ തൊട്ടടുത്ത് ബിഗ് ബെൻ. അപ്പോൾ ബിഗ് ബെന്നാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അവിടെ നിന്നിട്ട് കുറച്ച് അവിടെ നിന്ന് തന്നെ നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ലണ്ടനെയും കാണാൻ പറ്റും. പിന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇങ്ങനെ പല വെറൈറ്റി ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആളുകളും പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്ര തണുപ്പ് നമുക്ക് തോന്നിയില്ല. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ചെറിയ കാറ്റൊക്കെ തുടങ്ങി. അപ്പം അലിമോന് നമ്മൾ ജാക്കറ്റൊന്നും ഇട്ടിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഇറങ്ങിയപ്പോൾ അധികം തണുപ്പില്ലാത്തത് കൊണ്ടിട്ട് വിൻ്ററായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് ജാക്കറ്റ് ഒന്നും ഇട്ടില്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തണുപ്പായി. പിന്നെ നമ്മൾ കവർ ചെയ്തൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കണ്ടതാണ് കേട്ടോ ബിഗ് ബെൻ ഞാൻ ഇത്രയും നാളായിട്ട് ഇത്ര ക്ലോസ് നിന്ന് കണ്ടിട്ടില്ല. ദൂരെ നിന്നിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ക്ലോസ് നിന്ന് കണ്ടപ്പോൾ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവെ നല്ല ഹൈറ്റുള്ള ബിൽഡിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. കുറച്ച് ആൾക്കൂട്ടവും കുറച്ച് ബിൽഡിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനാണ് കൂടുതൽ എനിക്കിഷ്ടം. പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയനൊക്കെ ഇഷ്ടം കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങിയൊക്കെ നിന്ന് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. നമ്മളപ്പോൾ തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നിയറസ്റ്റ് മാർക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ പക്ഷേ മാർക്കറ്റ് എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ മാർക്കറ്റ്സൊക്കെ ക്ലോസ് ആകും. അപ്പോൾ എനിക്ക് ബൊറോ മാർക്കറ്റിൽ പോകാനായിരുന്നു. കുറേ വീഡിയോസിലൊക്കെ കണ്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ബൊറോ മാർക്കറ്റിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ 7 ഡീൽസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് 11:30 വരെ ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട് നമ്മളത് നോക്കിയിട്ട് അങ്ങോട്ട് പോകാമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ലണ്ടനിൽ ഇതിപ്പോൾ സൈക്കിളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഓട്ടോറിക്ഷ ലുക്കിൽ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിങ്ങനെ റൈഡ് പോകാനായിട്ട് നമുക്ക് സൈറ്റ് സീയിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ഓപ്പൺ ബസ്സസും ഉണ്ട് കേട്ടോ. അതിങ്ങനെ സൈറ്റ് സീയിങ് ആയിട്ട്, അതായത് ലണ്ടനിലെ മേജർ അട്രാക്ഷൻസ് ഏതൊക്കെയാണോ അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി കൊണ്ടുപോകും സൈറ്റ് സീയിങ് ബസ്സസ്. അതിന് £5 or 15 എന്താണ് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള അട്രാക്ഷൻസ്, അതായത് ബിഗ് ബെൻ, ലണ്ടൻ ബ്രിഡ്ജ്, ലണ്ടനെ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇതാണ് കേട്ടോ ആ ബസ്. എനിക്ക് കറക്റ്റ് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതിലിങ്ങനെ കൊണ്ടുപോകും. അതുപോലെ ഈ ഓട്ടോറിക്ഷ പോലത്തെ ഉള്ള ഈ വണ്ടിയിൽ രാത്രിയൊക്കെ നല്ല ലേറ്റ് ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത്. ഡേ ടൈമിൽ അങ്ങനെ വലിയ ലേറ്റ് ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഏകദേശം സന്ധ്യയായി വന്നിട്ട്, സന്ധ്യയായപ്പം സ്കൈ ഒക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ബിഗ് ബെന്നിൽ ആ ക്ലോക്കിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് നമുക്ക് നടന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകുന്നു. പക്ഷേ പോകുന്ന വഴിയൊക്കെ അലിമോൻ അത്യാവശ്യം അലമ്പ് തുടങ്ങി. കാരണം വെച്ചാൽ കുറച്ച് തണുപ്പൊക്കെ ആയിട്ട് അവൻ ചെറിയ അലമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ട്രോളറിലൊന്നും പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. കയ്യിലെടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അവിടം വരെ എത്തിയത്. അപ്പോൾ ഇതിപ്പം പോകുന്ന വഴി കണ്ട ഒരു പബ്ബാണ് കേട്ടോ. പബ്ബാണോ റെസ്റ്റോറൻ്റ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ കണ്ടില്ലേ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ. ഇവിടെ ഈ ഫ്ലവേഴ്സിന് ഭയങ്കര പ്രയോറിറ്റിയാണ് കേട്ടോ. അതായത് ഡെക്കറേഷന് ഭയങ്കര പ്രയോറിറ്റിയാണ്. ഒട്ടുമിക്ക എല്ലാ റെസ്റ്റോറൻറ്റും ബാറായിക്കോട്ടെ അപ്പോൾ എല്ലാത്തിലും നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴി കണ്ട കാഴ്ചയാണ് ഈ റോഡിൻ്റെ നടുക്ക് ഓരോ സ്റ്റാച്യൂസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ എന്തോ റിലേറ്റഡ് സംഭവമാണ്. ഇതിൻ്റെ പുറകിൽ കുറേ ഹിസ്റ്ററി ഉണ്ട്. അതിനെപ്പറ്റി ഇൻഡെപ്ത് അറിയാത്തതുകൊണ്ട് എനിക്ക് സംഭവം കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തേലും
തെറ്റായിപ്പോവും. പിന്നെ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് നടന്നപ്പം ഹാരി പോട്ടർ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഹാരി പോട്ടർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൂവിയിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ടോയ് പോലെയും പിന്നെ ആനിമേഷൻ പോലെയൊക്കെ ആക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ആ ഷോപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ കുറേയൊക്കെ കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആ മൂവി കണ്ടിട്ടുള്ളവർക്ക് ഇതിൽ പല സംഭവങ്ങളും കാണുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ആ ബോറോ മാർക്കറ്റ് അല്ല, 7 ഡീൽസ് മാർക്കറ്റ്, ആ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ഉള്ള വഴിയിൽ കണ്ട സംഭവങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്തുള്ളൂ, അകത്ത് നിന്ന് ഷൂട്ട് ചെയ്തില്ല. പിന്നെ ലോങ് വീഡിയോസ് കുറേ നാൾ കൂടി ഇടുന്നതുകൊണ്ടിട്ട് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളി അടിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മാർക്കറ്റ് എത്തി. സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഭയങ്കരമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. കാരണം വീഡിയോസിൽ ബോറോ മാർക്കറ്റ്, ക്യാംഡൻ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാറുണ്ട്. ആ ഫേമസ് മാർക്കറ്റൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഈ മാർക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഇത് ഇത്രേ ഉള്ളൂ സംഭവം. ഒരു 2-3 റെസ്റ്റോറൻറ്റ്സും ഷോപ്പും കാണും, അതിൽ കൂടുതലൊന്നും ഇല്ല. ഞങ്ങൾ 22 മിനിറ്റ് ഇവിടെ വരെ വന്നില്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ പല ഡ്രസ്സിൽ പല കോലത്തിൽ ആൾക്കാരെ കാണാമെന്ന്. അതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് അലിമോനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ. പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ മുന്നേ ഇത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങൾ ഇങ്ങനെ മാറി വരും കേട്ടോ. ഈ വോളിൽ ആദ്യം കുറച്ച് ഡിസൈൻസ് വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അക്വറേറ്റിൻ്റെ സംഭവം വരും, ഗെയിംസ്, ഫ്രൂട്ട് നിഞ്ച, ക്യാൻഡി ക്രഷ് അത് വരും, പിന്നെ അഡ്വർടൈസ്മെൻറ്റും വരുന്നുണ്ട് കൂടെ തന്നെ. അപ്പോൾ 2 റൂമിലായിട്ടാണ് കേട്ടോ. ഇവിടെ പേയ്മെൻറ്റ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് കയറി ഇരുന്നോ നിന്നോ ഒക്കെ കാണാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം ആൾക്കാർ അവിടെ ഇങ്ങനെ കിടന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ എന്തെങ്കിലും റിലാക്സിങ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം കാണും, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാർ അവിടെ കിടന്നും കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇത് ഞാൻ നോക്കിയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കാണാൻ. പക്ഷേ അലിമോൻ ഇതൊട്ടും പറ്റിയിട്ടില്ല. ചിലപ്പോൾ അവന് ഉറക്കം വന്നിട്ടാവും, ഭയങ്കരമായിട്ട് കിടന്ന് കരയുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പോകുന്ന വഴി ജസ്റ്റ് സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങ് പോയി. ട്രെയിൻ എടുത്ത് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കണ്ടൻറ്റ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പോയി നമ്മുടെ ഒരു ചെറിയ വിശേഷം അങ്ങ് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബായ്.